പാർട്ടി പതാക പുതച്ച് ആലപ്പുഴയുടെ മണ്ണിലേക്ക് VS ഒരു വലിയ മഹായാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. മണ്ണിനെ മനസ്സിലാക്കിയ, മണ്ണിന്റെ രാഷ്ട്രീയം പറഞ്ഞ മനുഷ്യൻ മഹായാത്രയ്ക്ക് ഒരുങ്ങുന്നു. ആലപ്പുഴയുടെ മണ്ണിലേക്ക്, സ്വന്തം സഖാക്കളുടെ ഓർമ്മകളിലേക്ക് VS ഓർമ്മയായി ചേരാനൊരുങ്ങുന്നു. രാവിലെ 9 മണി മുതൽ ദർബാർ ഹാളിൽ പൊതുദർശനമായിരക്കണക്കിന് മനുഷ്യർ ഒഴുകിയെത്തി അന്തിമോപചാരം അർപ്പിച്ച് ഒരിക്കൽ കൂടി VS മുന്നിൽ നിന്ന് കണ്ണുകളടച്ച് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് ലാൽ സലാം സഖാവേ എന്നു പറഞ്ഞ് VS യാത്ര ചൊല്ലി പിരിഞ്ഞിരിക്കുന്നു. VSന്റെ മൃതശരീരം കൊണ്ടുപോകാനുള്ള വാഹനം സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയം തന്നെ വാഹനത്തിലേക്ക് മൃതദേഹം എത്തിക്കും. ശേഷം നാഷണൽ ഹൈവേ വഴിയാണ് വിലാപയാത്രയായി മൃതദേഹം ആലപ്പുഴ വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോവുക. നാളെയാണ് സംസ്കാരം ക്രമീകരിച്ചിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ VSന് അഭിവാദ്യം അർപ്പിക്കാൻ, അന്തിമോപചാരം അർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ട്. പാർട്ടി സംഘടനാ സംവിധാനം അതിനുള്ള ഇടങ്ങളും അതിനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ ശ്രേണിയിൽ ഏറ്റവും ഉയരത്തിലുള്ളത് രക്തസാക്ഷികൾ എന്നാണ് സങ്കല്പം. ജീവിതം അവനവനുമായി യാതൊരു ബന്ധവുമില്ലാത്ത മനുഷ്യന്റെ ഉന്നമനത്തിന് വേണ്ടി അവനവന്റെ ചോരയൊഴുക്കാൻ പോന്ന മനുഷ്യസ്നേഹമുള്ളവരാണ് രക്തസാക്ഷികൾ. VS 10-26 വയസ്സിൽ സ്വയം രക്തസാക്ഷിയായവനാണ്. അവിടെ നിന്ന് അതിജീവിച്ചു വന്നവനാണ്. VS സ്വന്തം ജീവിതവും ആരോഗ്യവും ശരീരവും മനസ്സും ഭരണ നിർവഹണ ശേഷിയുമെല്ലാം ഈ മണ്ണിന്, മനുഷ്യന് കൊടുത്തയാളാണ്. അദ്ദേഹം പുതച്ചിരിക്കുന്ന പാർട്ടി പതാകയിലെ അരിവാൾ ചുറ്റിക നക്ഷത്രം അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പാകപ്പെടുത്തിയത്, രാഷ്ട്രീയത്തെ നിർണയിച്ചത്, ജനങ്ങളുമായി സംവദിച്ചത് എല്ലാം. VS മടങ്ങുകയാണ്. അല്പസമയത്തിനകം തന്നെ വിലാപയാത്ര ആരംഭിക്കും. 2 മണി എന്ന സമയക്രമമാണ് പറഞ്ഞിരുന്നത്.